ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് ആറ്റുമീൻ കിട്ടിയായിരുന്നു. ഈ ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൊത്തം ഉണ്ടല്ലോ കൂരിക്കുഞ്ഞുങ്ങളുടെ ഇതായിരുന്നു. കൂരിക്കുഞ്ഞുങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മഞ്ഞക്കൂരിയില്ലേ, അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷേ ആ മീൻ വെട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷേ വെട്ടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ കൊമ്പുണ്ട്. ആ കൊമ്പൊന്നും നമ്മുടെ ദേഹത്ത് കയ്യിലോ കാലിലോ ഒന്നും കുത്തിക്കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സിസർ ഉപയോഗിച്ച് നന്നായിട്ടത് വെട്ടി കളഞ്ഞ് ഇതിൻ്റെ ഇങ്ങനത്തെ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മൾ കൊണ്ടുപോയി കുഴിച്ച് തന്നെ മുടണം. കാരണം എവിടെയെങ്കിലും ഒരു കുരുമുള്ളൊക്കെ കിടന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് നല്ല പണി കിട്ടും. കുത്തി കൊണ്ടു കഴിഞ്ഞാൽ അത് വിഷമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്രയും മീൻ വെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. പിന്നെ നമ്മൾ ഇത്രയും മീൻ മേടിച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് പുരട്ടി നന്നായിട്ട് കുറേ പ്രാവശ്യം പുരട്ടി നല്ല അഴുക്കെല്ലാം പോയതിനു ശേഷം നമ്മൾ നന്നായിട്ട് അകവും എല്ലാം ക്ലീൻ ചെയ്യണം. അകം ക്ലീൻ ചെയ്തില്ലെങ്കിലില്ല അതിനകത്തിരിക്കുന്ന അതിന് ചെറിയ കയ്പ്പ് വരും. അതുകൊണ്ട് നിങ്ങൾ അകത്തെ എല്ലാം എടുത്ത് കഴിഞ്ഞ് വൃത്തിയാക്കി ഒരു 5-8-10 പ്രാവശ്യം നന്നായിട്ട് നമ്മളിത് നല്ലതായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇത്രയും മീൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് സാധാരണ നമ്മൾ വറുത്തും കറി വെച്ചും അല്ലേ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ മീനും കൊണ്ട് ഒരു ആറ്റുമീൻ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ആറ്റുമീൻ പൊടി ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ മുള്ളെല്ലാം അകത്തോട്ട് ചെന്നോളും. എല്ലാം നമ്മൾ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ മുള്ളെല്ലാം അവർക്ക് നല്ല ഗുണമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മീൻ ഒരു വിഷമില്ലാത്തതാണ്. നല്ല പച്ചയായ മീനും ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അതിനകത്ത് ഗുണങ്ങൾ മീനെയ്യോ അതുപോലെ ഒമേഗ 3 എല്ലാം അടങ്ങിയിട്ടിരിക്കുന്ന നല്ല മീനാണ്. അപ്പോൾ സാധാരണ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് പുരട്ടി നമ്മൾ 1 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് നല്ലോണം മാറ്റിയതിന് ശേഷം നമ്മൾ ആ പാത്രത്തോട്ട് തന്നെ ഉണ്ടല്ലോ, എണ്ണ ഇല്ലെങ്കിൽ ശകലം എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് നമ്മളതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും ഇത്രയും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് അതൊരു മൂത്ത് വരുമ്പോഴത്തേനും നമ്മളില്ലേ ഒരു തേങ്ങയെങ്കിലും ചേർക്കണം. അത് ചിരണ്ടി നമ്മൾ ചേർക്കുക. അപ്പോൾ തേങ്ങ നമ്മൾ ഒന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി മൂത്ത് പോകണ്ട, ഒരുമാതിരി ഒരു മിഡിൽ മൂപ്പ് മതി. എന്നിട്ട് നമ്മൾ അങ്ങനെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിനി ചേരുവകൾ ചേർക്കാവുന്നതാണ്. മഞ്ഞൾ പൊടിയും അങ്ങനെയുള്ളതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഇത് ആറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് പൊടിക്കുക. ആ പൊടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ച മീനും കൊണ്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് വീണ്ടും ഒന്നുകൂടെ ചിനിച്ചിട്ടേക്കകത്ത് നമ്മൾ അതിൻ്റെ വെള്ളമയമൊക്കെ മാറാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് 1 വർഷമെങ്കിലും നമുക്കിത് കുപ്പിക്കകത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു കുഴപ്പവും വരത്തില്ല.